ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യം ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിച്ചെടുത്തു. അപ്പോൾ ഞാൻ 28 ഗ്രാമാണ് ടോട്ടൽ ഞാൻ ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തത്. ഇപ്പോൾ മുഴുവൻ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റ് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള വെള്ളത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് തിക്കൺ ചെയ്യുന്നതിലാണ് അതിൻ്റെ ഫൈനൽ കൺസിസ്റ്റൻസിക്ക് ഇരിക്കുന്നത്. ഞാൻ ഫുൾ എടുത്ത കാരണം ഭയങ്കര തിക്കായിപ്പോയി ഷാമ്പു. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വളരെ ചെറിയ പെർസെൻറ്റേജ്, അതായത് 16 ഗ്രാം സോപ്പ് എടുത്തിട്ട് ബാക്കി അതിലേക്ക് ഒരു 25 അങ്ങനെ ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് എന്നിട്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മസ്റ്റായിട്ടും ചെയ്യേണ്ടതാണ് pH ടെസ്റ്റിംഗ്. കാരണം ഇത് സോപ്പിൻ്റെ എഫക്റ്റുള്ള സാധനമാണല്ലോ. അപ്പോൾ pH എന്താണെന്ന് നമുക്കറിയണം. അപ്പോൾ pH നോക്കിയപ്പോൾ അങ്ങനെ കൂടുതലൊന്നുമില്ല. അപ്പോൾ ദാറ്റ് മീൻസ് അതുകൊണ്ടാണ് ഇത് മുടിക്കായാലും സ്കാൽപ്പിനായാലും സ്കിന്നിനായാലും ഒക്കെ ഭയങ്കര നല്ലതാണെന്ന് പറയുന്നത്. ഈവൻ കൈ ആയാലും നമുക്ക് സ്ഥിരമായിട്ട് ഡിഷ് വാഷിന് പകരം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയും ഡ്രൈനെസ് കൊണ്ടുവരില്ല എന്നുള്ളതിൻ്റെ കാരണം pHൻ്റെ കൈയല്ല, വളരെ നോർമലാണ്. ഇനി ഇത് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് മൂടി വെച്ച് തിളപ്പിക്കരുത്, കാരണം അത് പതഞ്ഞു പോവും. എന്നിട്ട് നന്നായിട്ട് നമ്മൾ അതിൻ്റെ ജ്യൂസ് അതിൽ നിന്ന് എടുക്കും. ഇത് ചായയൊക്കെ വെച്ചിട്ടുള്ള കറി ഉണ്ടായിരുന്നു. അതുപോലെ കപ്പായാലും ഞാനിത് എടുത്ത കപ്പിലായാലും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല നിറം വന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇത് ബാക്കി വന്ന വെള്ളമാണ്. ഇത് ഞാൻ ഇനിയിപ്പോൾ ഡിഷ് വാഷായിട്ട് ഉപയോഗിക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ സോപ്പ് നട്ടിൻ്റെ അത് ഫിൽറ്റർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 78 ഗ്രാം നമുക്കിത് എടുക്കാം. 100%ലാണ് ചെയ്യുന്നത്, 100 ഗ്രാമാണ് ചെയ്യുന്നത്. അപ്പോൾ 78 നമുക്ക് സോപ്പ് നട്ടിൻ്റെ ഇത് അളന്നെടുക്കാം. 78 നമ്മൾ സോപ്പ് നട്ടിൻ്റെ ജ്യൂസ് അളന്നെടുത്തു. ഇനി നമുക്ക് തിക്കൺ ചെയ്യണം. തിക്കൺ ചെയ്യാനായിട്ട് ഞാൻ 3% ഗ്ലിസറിൻ എടുത്തു. പിന്നീട് 1.20% ആണ് ഞാൻ ഗമ്മ് എടുത്തത്. പക്ഷെ അത് ഭയങ്കര കട്ടിയായിപ്പോയി, കാരണം ഞാൻ ഡിസ്റ്റിൽഡ് വാട്ടർ ഫുള്ള് ഞാൻ സോപ്പ് നട്ടിൻ്റെ എക്സ്ട്രാക്റ്റാണ് എടുത്തത്. അപ്പോൾ ഈ സോപ്പ് നട്ടിൻ്റെ എക്സ്ട്രാക്റ്റ് തന്നെ ഒരു താളി പോലെ ഒത്തിരി തിക്കാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 0.50 ഗമ്മ് എടുത്താൽ മതി. എന്നിട്ട് ബാക്കിയുള്ള ഇത് വെള്ളത്തിലേക്ക്, ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പല ടൈപ്പ് ഗമ്മുകളുണ്ടല്ലോ. അപ്പോൾ സാന്താൻ ഗമ്മാണ് ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സാന്താൻ ഗം വെച്ച് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് നല്ല യൂസ് ചെയ്തിട്ട് നല്ലതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി ഗമ്മ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒട്ടും ഇത് ഗമ്മിൻ്റെ പൗഡർ അതിലുണ്ടാവാൻ പാടില്ല. ആ സ്ലറി തന്നെയായിരിക്കണം അതിലേക്ക് ഒഴിക്കേണ്ടത്. എന്നാലേ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് പതഞ്ഞ് വരും. മിക്സിയിൽ അടിക്കുക അല്ലെങ്കിൽ ബ്ലെൻഡർ ഉപയോഗിക്കലോ ഒന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ വേറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് സോപ്പ് നട്ടിൻ്റെ ഇതും ഗമ്മും കൂടി മിക്സ് ചെയ്തതാണ്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഇതിലേക്ക് പിന്നെ ഞാൻ വാട്ടർ ആഡ് ചെയ്ത് അതൊന്നും കൂടി തിൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ 0.50 ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇത് നോക്കണേ, ഞാൻ വേറെ CAPBയോ വേറെ ഒരു സർഫക്റ്റൻറ്റും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ട് തന്നെ ഇതാ നല്ല രീതിയിൽ തന്നെ ഇപ്പം നമുക്കിപ്പോൾ ബോഡി വാഷൊക്കെ ആയിട്ട് ഉപയോഗിക്കണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. കുഞ്ഞുങ്ങൾക്ക് പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഇതുപോലെ തിക്കൻ ചെയ്തിട്ട് നമുക്ക് ഡിഷ് വാഷിന് ഉപയോഗിക്കാം, എന്തിനു വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ നല്ല പതയും എല്ലാം ഉണ്ട്, ഒന്നും ആഡ് ചെയ്യാതെ തന്നെ ഗം ഉപയോഗിച്ചതുകൊണ്ട് ഭയങ്കര സോഫ്റ്റുമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത പാർട്ട് കാണാം.